ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹർഷൻ കൊണ്ടുവന്ന തെളിവുകൾ അവിടെയുള്ള എല്ലാവരും കണ്ടതോടെ കാർത്തികയും ഹർഷൻ തമ്മിലുള്ള ബന്ധം ഏവർക്കും ബോധ്യമായി. അപ്പോഴാണ് അവിടുന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകൾ പരസ്പരം പറഞ്ഞത്. എന്തായാലും ഇതെല്ലാം കേട്ടിട്ട് ഒരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ആ ചെറുക്കന് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും എന്ന് അവർ അറിയിച്ചപ്പോ ഒരാൾ പറഞ്ഞു, അതിന് ആ ചെറുക്കനെ എന്തെങ്കിലും ചെയ്യുവോ? ഉടനെ മറ്റൊരു സ്ത്രീ പറഞ്ഞു, അതെ, അവിടെ ഇരിക്കുന്ന ആ താലി എടുത്ത് ചെറുക്കൻ ശാലിനിയുടെ കഴുത്തിൽ കെട്ടണം, അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോ കൂടെ നിന്ന മറ്റൊരു സ്ത്രീ ചോദിച്ചു, അതിനുള്ള ധൈര്യം അവനുണ്ടോ? അവൻ അമ്മ പറയുന്നതല്ലേ അവൻ ചെയ്യൂ, അമ്മയെ പേടിയല്ലേ അവന് എന്ന് ആ സ്ത്രീ അറിയിച്ചു. അപ്പോഴേക്കും മറ്റൊരാൾ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, ശാലിനിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് അതിനേക്കാൾ മേലെ അവന് ചെയ്യാൻ കഴിയും എന്ന് സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോ എല്ലാവരും അതിശയത്തോടെ അവിടെ നിന്ന് സംഭവങ്ങളെല്ലാം കണ്ടങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു, കണ്ടില്ലേ അമ്മ, കണ്ടില്ലേ, എല്ലാം തെളിവ് സഹിതം അമ്മ കണ്ടില്ലേ, ഇനി എന്താ അമ്മയ്ക്ക് പറയുവാനുള്ളത്? ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞതല്ലേ, കാർത്തിക എങ്ങനെ എന്റെ അരികിൽ എത്തിയെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് അമ്മയോട് പറഞ്ഞതാ. ഇപ്പോ അതേ കാര്യം തന്നെ ഇവിടെ എല്ലാവരും അറിയിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോ അവിടെ കണ്ടുകൊണ്ട് നിന്ന ആ സ്ത്രീകൾ, അഭിപ്രായം പറഞ്ഞ ആ സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, കണ്ടില്ലേ, ആ ചെറുക്കൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ, ഇനിയെങ്കിലും അമ്മയുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റണം. അമ്മേ, ശാലിനിയെ തോൽപ്പിക്കണമെന്ന ചിന്ത മാത്രമേ അമ്മയുടെ മനസ്സിലുള്ളൂ. അമ്മേ, ഇനിയെങ്കിലും അമ്മ സത്യം മനസ്സിലാക്ക്. എനിക്ക് ഒറ്റയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ശാലിനിയോടൊപ്പം എനിക്ക് ജീവിക്കണം. അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി എന്തൊക്കെ കുറവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു. എനിക്ക് ശാലിനിക്കൊപ്പം ഒരുമിച്ച് ജീവിക്കണം, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാർത്തികയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യായില്ലേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതെ, ഇവള് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട്. പക്ഷേ എന്റെ ഒരു ചോദ്യത്തിന് മാത്രം ഇവൾ ഉത്തരം പറയുന്നില്ല. അതിന് ഉത്തരം ഇവൾ പറയുന്നത് വരെ, അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഇവളെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിക്കൂ. ഉടനെ അത് കേട്ട് നിന്ന രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു, എടാ മോനെ, ഇവിടെ ഒരു വാക്ക് തർക്കത്തിന് സമയമില്ല. നിനക്കുള്ള വിവാഹ മുഹൂർത്തം കാത്ത് എന്നും ആ മുഹൂർത്തം കുറിച്ച് അതിന്റെ പിന്നാലെ നടക്കാൻ ഈ അച്ഛന് കഴിയില്ല. ഇപ്പോ എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിച്ചോണം, ഈ നിമിഷം, ഇപ്പോൾ തന്നെ. അപ്പോഴേക്കും വിഷ്ണു സത്യഭാമയെ നോക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ വിഷ്ണു, നീ ആ താലി എടുത്ത് ശാലിനിയുടെ കഴുത്തിൽ കെട്ട്. അത് കേട്ടപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നീ അങ്ങനെ മുമ്പൊരിക്കൽ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തന്നെ. അതുകൊണ്ട് ഇനിയും അങ്ങനെ നീ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ അവിടെ ഇരുന്ന് ആ പൂജാരി ചോദിച്ചു, അല്ല സത്യാമ്മേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, വിവാഹം നടത്തിയാൽ മാത്രമേ തിരുമേനി ദക്ഷിണ സ്വീകരിക്കൂ എന്നുണ്ടോ? എന്തായാലും തിരുമേനിക്ക് തരാനുള്ളത് ഞാൻ തരും. തിരുമേനി എല്ലാം അവസാനിപ്പിച്ച് എഴുന്നേറ്റോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വിഷ്ണു ആ കലിയോടെ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും സദ്യ കഴിച്ച് പോകാം, വിവാഹം നടന്നില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണു, നീ ശാലിനിയെ അരികിലേക്ക് ചേർത്ത് നിർത്ത്. ശാലിനി മോളെ, നീ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്ക് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു സന്തോഷത്തോടെ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, ശാലിനി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സത്യഭാമയെ മറികടന്ന് വിഷ്ണു ശാലിനിയെ പിടിച്ച് തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. വിഷ്ണുവിന്റെ കണ്ണിലേക്ക് തന്നെ ശാലിനി അങ്ങനെ നോക്കി നിൽക്കുമ്പോ രാഘവൻ നായർ പൂജാരിയോട് പറഞ്ഞു, അതെ തിരുമേനി, മറ്റാര് തരുന്നതിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾക്ക് ദക്ഷിണയായി ഞാൻ നൽകിയിരിക്കും. ഇപ്പൊ തന്നെ താൻ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് പൂജകളെല്ലാം ചടങ്ങുകൾ ഭംഗിയായി തന്നെ നടത്തി അവന്റെ കയ്യിലേക്ക് ആ താലി എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ പൂജാരി താലി എടുത്ത് വിഷ്ണുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. വിഷ്ണു ആ താലി കയ്യിലേക്ക് ഏറ്റുവാങ്ങി. ഈ സമയത്ത് രാഘവൻ നായർ പറഞ്ഞു, പൂജാരി, ഇനിയും വേണ്ട, ഈ ചടങ്ങിന് വേണ്ട പൂജകളെല്ലാം നടത്തിക്കോളൂ എന്ന് രാഘവൻ നായർ പൂജാരിയോട് അറിയിച്ചു. വിഷ്ണു ആ താലി വാങ്ങിച്ച് ശാലിനിയുടെ കഴുത്തിൽ കെട്ടാനായിട്ട് തയ്യാറായി. ശാലിനിയുടെ കഴുത്തിലേക്ക് ആ താലിയും എടുത്ത് വിഷ്ണു ശാലിനിയുടെ കഴുത്തിന് നേരെ നീട്ടുമ്പോ സത്യഭാമ വേഗം ശാലിനിയെ പിടിച്ചു മാറ്റി. ഉടനെ, മോനെ വിഷ്ണു, വേണ്ട, നിന്നോട് ഞാനാ പറഞ്ഞത് ഈ വിവാഹം നടത്തരുത് എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം വെച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ ആകെ കലിയോടെ നോക്കി. ഈ സമയത്ത് സത്യഭാമയോട് വിഷ്ണു പറഞ്ഞു, ഇല്ലമ്മേ, ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ പോവാമേ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു, വിഷ്ണു, നീ എന്നെ ധിക്കരിക്കുകയല്ലേ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും വിഷ്ണു അല്ല എന്ന് പറഞ്ഞത് കേട്ട് സത്യഭാമ പറഞ്ഞു, എടാ മോനെ, നീ ഇതിന് കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു,
അമ്മേ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് അനുഭവിക്കാനാണ് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു, ഒരു രാത്രി കൊണ്ട് നേരം വെളുത്തെങ്കിലും ഒരു രാത്രി കൊണ്ട് തന്നെ ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണമെന്ന് സത്യഭാമ വിഷ്ണുവോട് പറഞ്ഞു. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോ ഈ ജീവിതം അവസാനിക്കില്ല എന്ന സത്യഭാമയുടെ മറുപടി കേട്ട് വിഷ്ണു പറഞ്ഞു, എനിക്കറിയാം അമ്മേ. ആ ഇരുട്ട് കഴിയുമ്പോ ഇരുട്ടത്ത് നടക്കാനും നിവർന്നു നിൽക്കാനും എന്നെ പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ? അത് മാത്രമല്ല, ശാലിനിക്ക് ഒപ്പം ഞാൻ ജീവിക്കാൻ ഒരുങ്ങെങ്കിൽ, അമ്മ അതിനോട് എതിർക്കുമെങ്കിൽ, അമ്മയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മ മൂലം എനിക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണമ്മേ. ഇനി ഇരുട്ടത്ത് നടക്കാനും നേരെ നിൽക്കാനും പഠിപ്പിച്ച എന്റെ അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അതിൽ കാൽ തെറ്റി വീഴുമ്പോ പിന്നാലെ വന്ന് പിടിക്കാൻ ഈ അമ്മയോട് പറയരുതെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ഇല്ലമ്മേ, ഇത്രയും നാളും അമ്മ പറഞ്ഞ വഴിയല്ലേ ഞാൻ നടന്നത്, ഇനി ഞാൻ തനിച്ചൊന്ന് നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നിനക്കിപ്പോ എന്നെ ധിക്കരിച്ച് ഈ വിവാഹം നടത്താൻ കഴിഞ്ഞേക്കും, പക്ഷേ ഒരു നിമിഷം പോലും സമാധാനത്തോടെ നിനക്ക് ഇവളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, വിഷ്ണു, മുഹൂർത്തം കഴിയാറായി മോനെ, ബാക്കിയുള്ള പ്രസംഗമൊക്കെ നമുക്ക് അതിനുശേഷം കേൾക്കാം എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോ സത്യഭാമ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി. വിഷ്ണു, ഒരമ്മയുടെ ശാപമാണ് നിന്റെ മേരെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. വിഷ്ണു അതെല്ലാം കേട്ട് സത്യഭാമയെ നോക്കുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ വിഷ്ണു സത്യഭാമയുടെ നേരെ നോക്കി നിൽക്കുമ്പോഴേക്കും, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടമ്മേ എന്ന് വിഷ്ണു സത്യഭാമയോട് പറഞ്ഞു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, പിന്നെ ദുർവാസാമിന്റെ കൊച്ചുമകളല്ലേ ശപിച്ച് കല്യാണം മുടക്കാനായിട്ട്, നീ കെട്ടടാ താലി എന്ന് പറഞ്ഞ് പൂജാരിയെ നോക്കി രാഘവൻ നായർ പറഞ്ഞു, തിരുമേനി, നിങ്ങള് മന്ത്രം ചൊല്ലിക്കോളൂ എന്നും അറിയിച്ചു. പൂജാരി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണു വീണ്ടും സത്യാമ്മയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ ശാലിനിയെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. സത്യഭാമ അതെല്ലാം കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുമ്പോ ആ ക്ഷേത്ര പരിസരത്തേക്ക് ചന്ദ്രബോസും മറ്റു പോലീസുകാരും കൂടി വന്നിറങ്ങി. ഈ സമയത്ത് മധുശ്രീ ആ കാഴ്ച കണ്ട് കലിയോടെ നോക്കി നിൽക്കുമ്പോ ശാലിനിയുടെ കഴുത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി താലി കെട്ടാൻ വിഷ്ണു ആ താലി ശാലിനിയുടെ കഴുത്തിന് നേരെ ചേർത്ത് പിടിച്ചു. ശാലിനി കണ്ണുകൾ അടച്ച് വളരെ സന്തോഷപൂർവ്വം വിഷ്ണുവിന്റെ താലിക്ക് തലകുനിച്ച് നിൽക്കുമ്പോ സ്റ്റോപ്പ് ഇറ്റ്, കല്യാണം നിർത്ത് എന്ന് പറഞ്ഞ് ചന്ദ്രബോസും ടീമംഗവും അവിടേക്ക് എത്തി. എന്താണെന്ന് എല്ലാവരും ഞെട്ടലോടെ അങ്ങനെ നോക്കുമ്പോ ചന്ദ്രബോസും ടീമും നേരെ മണ്ഡപത്തിലേക്ക് കയറി വന്നു. വിഷ്ണു കെട്ടാനായി എടുത്ത ആ താലി കയ്യിൽ പിടിച്ചുകൊണ്ട് എന്താ സംഭവം എന്നറിയാതെ ഞെട്ടലോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഈ വിവാഹം ഇപ്പൊ നടത്താൻ വരട്ടെ, അതിനു മുൻപ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയാണ് എന്നറിയിച്ചു. എല്ലാവരും ആ വാക്ക് കേട്ട് ആകെ ഞെട്ടലോടെ നിന്നു. കൊലപാതകമോ എന്ന് വിഷ്ണു സംശയത്തോടെ ചോദിക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ. ഇത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടലോടെ നിന്നു. ആരെ ഞാൻ കൊലപ്പെടുത്തിയെന്നാ പറഞ്ഞത് എന്ന് വിഷ്ണു ചോദിച്ചതും, അതൊന്നും നിനക്കറിയില്ലേ? ചെയ്ത കുറ്റം എന്താണെന്ന് നിനക്ക് ഞങ്ങൾ പറഞ്ഞു തരണോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോ അടുത്ത് നിന്ന ശാലിനി ചോദിച്ചു, മിസ്റ്റർ ACP, കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് അയാൾ ചെയ്ത കുറ്റം എന്താണെന്നും അയാൾക്ക് അറിയാനുള്ള അവകാശമില്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ശരി, പറയാം മാഡം. കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ വിഷ്ണു കൊലപ്പെടുത്തിയത്. അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ഞെട്ടുമ്പോ ആ കൂട്ടത്തിൽ രാജേന്ദ്രനും ഭാര്യയെ ശൈലജയും ഞെട്ടലോടെ നോക്കി. എന്റെ മോളോ? രാജേട്ടാ, നിങ്ങൾ കേൾക്കുന്നില്ലേ? നമ്മുടെ മോളെ കൊല ചെയ്യപ്പെട്ടുവെന്ന്. അവളെ നമ്മൾ ഇപ്പൊ കണ്ടതല്ലേ എന്ന് ചോദിച്ചതും വാ ശൈലജ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി കാർത്തികയെ അന്വേഷിച്ച് വേഗം ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഓടി. ഈ സമയത്ത് ചന്ദ്രബോസ് ആകെ സംശയത്തോടെ ശാലിനിയോട് സംസാരിക്കുമ്പോ ഹർഷനും കാര്യങ്ങൾ അറിയാനായി പിന്നാലെ ഓടുന്നു. ഈ സമയത്ത് ശാലിനിയുടെ അരികിലേക്ക് എത്തിയ ചന്ദ്രബോസ് പറഞ്ഞു, ശാലിനി മേഡത്തെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ തനിക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന കാർത്തിക എന്ന പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി പല രീതിയിൽ അവളോട് തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞിട്ടും അവൾ അതിന് തയ്യാറാകാത്തതിന്റെ പേരിൽ അവളുടെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശാലിനി പറഞ്ഞു, മിസ്റ്റർ ACP, ഇവിടെ ഇങ്ങനെ
കുറ്റം ആരോപിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരാളുടെ മേൽ കുറ്റക്കാരനെന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത തെറ്റിന് എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, ഇന്ന് എന്തായാലും ഈ അറസ്റ്റ് നടക്കില്ല എന്ന് ശാലിനി പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു, മേഡം വാറന്റ് ഉണ്ട് മേഡം, വാറന്റോട് കൂടിയാണ് ഞങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയത്, എടോ അറസ്റ്റ് ചെയ്യടോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് നിന്ന കോൺസ്റ്റബിളിനോട് പറയുമ്പോ അയാൾ വിഷ്ണുവിന് അരികിലേക്ക് എത്തുമ്പോ ശാലിനി അയാളെ തടഞ്ഞു. അല്ല, ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോ ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടതല്ലേ ACP, ഇവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ അല്പം മുമ്പ് കാർത്തികയെ കണ്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആദ്യം ഒരു വ്യക്തത വരട്ടെ എന്നറിയിച്ചു. ഇത് കേട്ട ചന്ദ്രബോസ് പറഞ്ഞു, മേഡം ഞങ്ങൾ വെറുതെ അല്ല ഇങ്ങനെ ഒരു അന്വേഷണവുമായി ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയതാണ്. പാലത്തിനടിയിൽ ഒരു കാറിനുള്ളിൽ കത്തിക്കറിഞ്ഞ അവസ്ഥയിൽ ഒരു ബോഡി കണ്ടെത്തി. അതിലുണ്ടായിരുന്ന അതവിടെ ഉപേക്ഷിച്ച ആ ഗുണ്ടകളെ ഞങ്ങൾ പിടികൂടി. അവന്മാരാണ് ഞങ്ങളോട് കാര്യങ്ങൾ വിശദമായി അറിയിച്ചത്. ആ ചാക്കിനുള്ളിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി കാർത്തികയായിരുന്നുവെന്നും അവളെ കൊന്ന് കത്തിച്ചു കളയാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് വിഷ്ണു ആണെന്നുള്ള കാര്യം അവർ ഞങ്ങളോട് ഇതിനോടകം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ചന്ദ്രബോസ് അറിയിച്ചതും. അത് കേട്ട വിഷ്ണു പറഞ്ഞു, ഇത് കൊടും ചതിയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇത് ചതിയാണ്, ഇയാൾ പറയുന്നതെല്ലാം നുണയാണ് എന്ന് വിഷ്ണു ചന്ദ്രബോസിന് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും അവിടെ നിന്ന് മധുശ്രീ പറഞ്ഞു, അല്ല ഇക്കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് കൂടി ഒന്ന് അറിയണല്ലോ സർ, അതുകൊണ്ട് എന്തായാലും ആ പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് ആരെങ്കിലും വരട്ടെ, അവൾ ഇവിടെ ജീവനോടെ ഉണ്ട് എന്നല്ലേ എല്ലാവരും പറയുന്നത്, അത് സത്യമാണ് എന്ന് ആദ്യം അറിയട്ടെ എന്ന് മധുശ്രീ അറിയിച്ചു. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് മധുശ്രീയും ചന്ദ്രബോസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് സംസാരിക്കുന്നത് കേട്ട് ശാലിനിയോട് ചന്ദ്രബോസ് പറഞ്ഞു, മേഡം അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു അന്വേഷണവുമായി എത്തിയതെന്ന് അറിയിച്ചു. ഉടനെ ശാലിനി ശ്യാമയെ വിളിച്ചു. ശ്യാമയെ ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടുവാ എന്ന് പറഞ്ഞതും ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശ്യാമ കാർത്തികയെ വിളിക്കാനായി ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഓടി. ചന്ദ്രബോസും മധുശ്രീയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശ്യാമ കാർത്തിക ഒരുങ്ങിയിരുന്ന സ്ഥലത്ത് വന്ന് കാർത്തിക എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെയെങ്ങും കാർത്തികയെ കാണാതായതോടെ ശ്യാമയാകെ ടെൻഷനിലായി. ഈ സമയത്ത് ശാലിനി ചിന്തിച്ചു, ദൈവമേ ശ്യാമ വരാൻ വൈകുന്നുണ്ടല്ലോ, ഇനിയിപ്പോ ഹരിതാത്തത് എന്തെങ്കിലും എന്ന് ആലോചിച്ച് സംശയത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു ഇല്ല എന്നുള്ള രീതിയിൽ ശാലിനിയെ നോക്കി തലകുലുക്കി. അപ്പോഴേക്കും ചന്ദ്രബോസ് ചോദിച്ചു, എന്താ മേഡം കാർത്തിക അന്വേഷിച്ചു പോയ മേഡത്തിന് അഞ്ചത്തിങ് എത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ അവിടേക്ക് ഓടി വന്നു. എന്താ ശ്യാമയെ കാർത്തിക എവിടെയെന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അവിടെയെങ്ങും കാർത്തികയെ കാണാനില്ലേ കുഞ്ഞേച്ചി. അപ്പോഴേക്കും എല്ലാവർക്കും ആകെ ആശങ്കയായി. ഉടനെ ചന്ദ്രബോസിന്റെ അരികിലേക്ക് സത്യഭാമ എത്തിയിട്ട് പറഞ്ഞു, കാർത്തികയെ കാണാനില്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് ഉടനെ എല്ലാവരോടും അറിയിച്ചു. കാർത്തികയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ശാലിനി മേഡത്തെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമെന്നതായിരുന്നു ഇവന്റെ ലക്ഷ്യം. പക്ഷേ ഇവന്റെ ആ നീക്കങ്ങൾ ഞങ്ങൾ കൈയോടെ പിടികൂടി, അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് ചന്ദ്രബോസ് അറിയിച്ചതും വിഷ്ണു പറഞ്ഞു, ദേ ചന്ദ്രബോസെ വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയോ കെട്ടിച്ചമച്ച ഒരു കൊലപാതക കുറ്റം എന്റെ മേൽ വെച്ച് കെട്ടാൻ നോക്കണ്ട എന്ന് പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതിന് നിന്റെ മേൽ ഞങ്ങൾ വെച്ച് കെട്ടിയെന്ന് ആരാ പറഞ്ഞത്? ഈ സമയത്ത് അടുത്ത് നിന്ന ചന്ദ്രബോസിനോട് ഉടനെ അരികിൽ നിന്ന രാഘവൻ നായർ ചോദിച്ചു, അല്ല സാർ കുറെ നേരമായിട്ട് വിഷ്ണു കൊല ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ കൊല ചെയ്തു എന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ പക്കലുണ്ടോ? ഏതോ ഒരു കവലച്ചട്ടമ്പി പറഞ്ഞ ഒരു വാക്ക് മാത്രമല്ലേ നിങ്ങളുടെ അരികിലുള്ളൂ, അല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ പക്കൽ എന്ന് അന്വേഷിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണോ ഞങ്ങൾ അന്വേഷണവുമായിട്ട് ഇറങ്ങി തിരിച്ചതും വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതും? അതെ, ഒരു കാര്യം ഞാൻ പറയാം, മകന്റെ വിവാഹം നാട്ടുകാരെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതിരിക്കുമ്പോ എന്താണ് ഒരു മകൻ ആ പെൺകുട്ടിയോട് കാണിച്ച പരാക്രമം എന്താണെന്നും അത് ഈ നാട്ടുകാരെയും പിന്നീട് ഞങ്ങൾ കാണിച്ചു കൊടുക്കണോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടും ശാലിനിയുടെ കയ്യിലേക്ക് ആ മൊബൈൽ ഫോൺ കൊടുത്തു. ശാലിനി കാർത്തികയെ വിരട്ടാനായി ചെന്നതും കാർത്തികയുടെ നേരെ കത്തി നീട്ടി കാർത്തികയെ വിരട്ടുന്നതുമായിട്ടുള്ള ആ വീഡിയോ എല്ലാവർക്കുമായി കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതോടെ ശാലിനി ആകെ ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കിയിട്ട് ചോദിച്ചു, വിഷ്ണുവേട്ട എന്താ ഇത്? ഉടനെ വിഷ്ണു പറഞ്ഞു, ശാലിനി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് കാർത്തികയോട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോ ഉടനെ ആ മൊബൈൽ ഫോൺ ചന്ദ്രബോസ് ശാലിനിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. കണ്ടില്ലേ മേഡം, ഈ വീഡിയോ മാത്രമല്ല തെളിവായിട്ടുള്ളത്,
ദാ ആ വിഷ്ണുവിന്റെ കയ്യിലിരിക്കുന്ന ആ കത്തി ഉണ്ടല്ലോ, ആ കത്തിയും ഞങ്ങൾക്ക് തെളിവായി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവര് കണ്ടെത്തിയ ആ കത്തി എല്ലാവർക്കും നേരെ കാണിക്കുന്നു. ആ കത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ രക്തക്കറ കൂടി കണ്ടതോടെ വിഷ്ണു ആകെ പ്രശ്നത്തിലായി. വിഷ്ണു അപ്പോഴേക്കും ചിന്തിച്ചു നോക്കുമ്പോൾ താൻ ആ കത്തി ഒന്നും ചെയ്യാതെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ കാര്യം വിഷ്ണു ഓർമ്മിച്ചു. അവസാനം ഇത് തനിക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പാണ് എന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു. ശാലിനി ആകെ ടെൻഷനോടെ വിഷ്ണുവിനെ നോക്കി. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, മേഡം, ഈ കത്തിയിലെ ഫിംഗർ പ്രിന്റും ഈ കത്തിയിൽ പുരണ്ടിരിക്കുന്ന രക്തക്കറയും രക്തക്കറ കാർത്തികയുടേതാണെന്നും ആ ഫിംഗർ പ്രിന്റ് വിഷ്ണുവിന്റേതാണെന്നും തെളിഞ്ഞാൽ ഇതോടെ കേസിന് നല്ലൊരു ബലമാകും മേഡം. കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ. പിന്നെ എന്താ സംഭവിക്കുക എന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറോട് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ എന്ന് അറിയിച്ചു. ഇത് കേട്ടതും ഒന്നും മിണ്ടാനാകാതെ ശാലിനി തലകുനിച്ചങ്ങൾ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കയ്യിലേക്ക് വിലങ്ങണിയിക്കാൻ ചന്ദ്രബോസ് കോൺസ്റ്റബിളിനോട് അറിയിക്കണം. കോൺസ്റ്റബിൾ വിഷ്ണുവിന്റെ കയ്യിലേക്ക് വിലങ്ങണിയിക്കുന്ന നിമിഷം ആകെ വിഷമത്തോടെ തലകുനിച്ച് നിൽക്കുകയാണ് ശാലിനി. ഈ സമയത്ത് സത്യഭാമ വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രബോസ് പോകാൻ ഇറങ്ങുമ്പോ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എസ് സാർ, വിഷ്ണു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞതാണല്ലോ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. അവൻ തന്നെ പറഞ്ഞതല്ലേ ഇതൊന്നും അവൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് സത്യഭാമ ചന്ദ്രബോസിനെ നോക്കി. എന്നിട്ട് നേരെ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നതും വിഷ്ണു പറഞ്ഞു, അമ്മയ്ക്കിപ്പോ സന്തോഷമായില്ലേ അമ്മേ? അമ്മയുടെ ശാപത്തിന് ഇത്രയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ. അമ്മയുടെ മനസ്സിലെ ഉള്ള ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ ഇവിടെ. അമ്മ ഒരു രീതിയിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ലേ എന്ന് ചോദിച്ചതും മോനെ എന്ന് വിളിച്ചതും വിളിക്കരുത് അങ്ങനെ എന്നെ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യഭാമയോട് പറയുന്നു. ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, അതാണ് സത്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളുടെ വാശി നടപ്പിലാക്കാൻ നോക്കുകയാണ് ചെയ്തിരുന്നത്. ഇത്രയും നാളും എന്നെ നിങ്ങളുടെ വാശിക്ക് നിർത്തിയ ഒരു പാവയായിരുന്നില്ലേ ഞാൻ? അങ്ങനെയല്ലേ എന്നെ ഇത്രയും നാളും നിങ്ങൾ കൂടെ നിർത്തിയിരുന്നത്? എന്നും എന്നോട് സ്നേഹമെന്ന് പറഞ്ഞ് എന്റെ ആ താല്പര്യങ്ങൾക്കോ എന്റെ ഇഷ്ടങ്ങൾക്കോ എന്തെങ്കിലും വില നൽകിയിട്ടുണ്ടോ എന്റെ അമ്മ? ഇന്നിപ്പോ ഞാൻ ഈ അനുഭവിക്കുന്നതും അമ്മയുടെ ആ വാശിക്ക് കിട്ടിയ പ്രതിഫലമാണ്. ഇഷ്ടമല്ലാത്ത കാർത്തികയുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് അവളെ വിവാഹം കഴിക്കാനായി എന്നെ തയ്യാറെടുപ്പിച്ചതിന്റെ ഫലമാണ് ഇത്. എനിക്ക് എന്റെ അമ്മ സമ്മാനിച്ചതാണ് ഇങ്ങനെ ഒരു വിധി അല്ലേ? അമ്മ തന്നെയല്ലേ എന്റെ കയ്യിൽ ഈ വിലങ്ങ് എത്തിച്ചത് എന്ന് വിഷ്ണു സത്യഭാമയോട് ചോദിച്ചു. അമ്മയുടെ വാശിയുടെ സമ്മാനമാണ്, അമ്മയുടെ സ്നേഹത്തിന്റെ സമ്മാനം. കണ്ടല്ലോ, അതാണിത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിന്റെ കുറ്റഭാരമാണ് ഞാനിപ്പോൾ ഏറിയിരിക്കുന്നത്. ഇതിന്റെ ഫലം ഇനി ഒരു തൂക്കുകയറാണെങ്കിൽ പോലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കാരണം എന്റെ അമ്മ എനിക്ക് വെച്ച് നീട്ടിയ സ്നേഹ സമ്മാനമാണിത് എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയോട് സംസാരിക്കുമ്പോൾ മനസ്സ് തകർന്ന സത്യഭാമ സങ്കടത്തോടെ മോനെ എന്ന് വിളിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, ഇനി എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വന്നു പോകരുത്. എന്റെ അമ്മ എനിക്ക് സ്നേഹത്തോടെ നീട്ടിയ സമ്മാനമാണിതെന്ന് കരുതി തൂക്കുകയറിനായി ഞാൻ കാത്തിരുന്നോളാം, തൂക്കുമരത്തിലേക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ മനസ്സിലുള്ള അമർഷം മുഴുവൻ സത്യഭാമയ്ക്ക് നേരെ ചൊരിഞ്ഞു. അതിനുശേഷം വിഷ്ണു നേരെ നോക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ തകർന്നു നിൽക്കുന്ന ശാലിനിയെ കണ്ടതും വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് ചെന്നു. ശാലിനി, മാപ്പ്. തന്നെ പലതും പറഞ്ഞ് സ്വപ്നം കാണിച്ചും പലതും പറഞ്ഞും തന്നെ ഞാൻ മോഹിപ്പിച്ചതിന്, തനിക്ക് തന്നോടൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞിട്ടും നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും നമുക്കതിന് സാധിച്ചില്ലല്ലോ. എന്തായാലും ഇനിയൊരു ജീവിതം അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സംസാരിച്ചു തുടങ്ങുമ്പോ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ വേണ്ട, ഇത് വിഷ്ണുവേട്ടനെയും നമ്മളെയെല്ലാം ട്രാപ്പിലാക്കാനായി ആരോ കരുതിക്കൂട്ടി നടത്തിയിരിക്കുന്ന ഒരു ഡ്രാമയാണിത്. ഇതിന്റെ പേരിൽ വിഷ്ണുവേട്ടനെ ഒരിക്കലും വേദനിക്കരുത്. വിഷ്ണുവേട്ട, ഈ കുരുക്കിൽ നിന്ന് നമ്മൾ പുറത്തു ചാടും. മനസ്സ് ഒരിക്കലും പതറിപ്പോകരുത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരിക്കലും വിഷ്ണുവേട്ടന് ഒരു രീതിയിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. മനസ്സിന് ധൈര്യം കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോൾ
വിഷ്ണു വേഗം പറഞ്ഞു, ഇനി എല്ലാവരോടും യാത്ര പറയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, എന്റെ മനസ്സ് ആകെ തകർന്നിരിക്കുകയാണ് എന്ന് വിഷ്ണു അറിയിച്ചു. അതിനുശേഷം അച്ഛനെ നോക്കി അച്ഛ എന്ന് വിളിച്ച് വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറഞ്ഞു, അതെ, വലിയ യാത്ര പറച്ചിലൊന്നും വേണ്ട, ടൂറ് പോകുമെന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ വേഗം കൂട്ടിക്കൊണ്ടു വാടോ എന്ന് ചന്ദ്രബോസ് അടുത്ത് നിന്ന് കോൺസ്റ്റബിളിനോട് ദേഷ്യത്തോടെ അറിയിച്ചു. ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിക്കാനായി ആ കോൺസ്റ്റബിൾ ഒരുങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു, വേണ്ട, ഞാൻ നടന്നോളാം, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് വിഷ്ണു നടന്നു നീങ്ങാനായി ഒരുങ്ങി. ഈ സമയത്ത് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിന്ന മധുശ്രീ അല്പനേരത്തേക്ക് കുറച്ചു മുൻപ് നടന്ന ആ ഫ്ലാഷ് ബാക്കിലേക്ക് മധുശ്രീയുടെ മനസ്സ് പോകുന്നു. മധുശ്രീ കാർത്തികയെ കാണാനായി കാർത്തികയുടെ റൂമിലേക്ക് ആ ഗ്രീൻ റൂമിനരികിലേക്ക് എത്തിയ സമയത്ത് അവിടെ വിഷ്ണു കാർത്തികയുടെ നേരെ കത്തി ചൂണ്ടിപ്പിടിച്ച് കാർത്തികയെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു രംഗം അവൾ കാണാനിടയായി. ഉടനെ തന്നെ മധുശ്രീ തന്റെ മൊബൈലിൽ ആ വീഡിയോ പകർത്തിയെടുത്തു. ആ വീഡിയോയാണ് ചന്ദ്രബോസിന് മധുശ്രീ അയച്ചു കൊടുത്ത് ഇങ്ങനെയൊരു കെണി ഒരുക്കിയത്. അതിനുശേഷം ഹർഷൻ കാർത്തികയെ വിളിച്ച് സത്യങ്ങളൊക്കെ അറിയിച്ചപ്പോ കാർത്തികയുടെ മനസ്സ് വല്ലാതെ തകർന്നു. കാർത്തിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആലോചിച്ചു, എന്തൊരു ചതിയാണ് സംഭവിച്ചത്. ശരിക്കും ഇവിടെ ചതിച്ചത് ഹർഷനല്ല, മറിച്ച് ഹർഷനെ ഞാനാണ് ചതിച്ചത്. അതും ആ മധുശ്രീ, അവൾ കാരണം. വിഷ്ണുവേട്ടൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതും എന്നും സ്നേഹിക്കുകയും ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ശാലിനിക്കൊപ്പമാണ്. അവർ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ടത്, അവർ രണ്ടുപേരുമാണ് ജീവിക്കേണ്ടത്. എന്റെ ഹർഷൻ എനിക്ക് വേണ്ടി വന്നപ്പോ അവനെ മറന്ന് മറ്റൊരു ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ മാറേണ്ടി വന്നത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. എന്തായാലും ഉടനെ തന്നെ സത്യാമ്മയുടെ എല്ലാ സത്യങ്ങളും അറിയിക്കുക. വിഷ്ണുവേട്ടനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം സത്യാമ്മയെ ബോധ്യപ്പെടുത്തുക, അതാണ് വേണ്ടത് എന്ന് കാർത്തിക തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് മധുശ്രീ അവിടേക്ക് എത്തി. ആഹാ, കല്യാണ പെണ്ണിനെ ഒരിക്കൽ കൂടി കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. സാധാരണ പറയാറുള്ളത് പോലെ തല്ല് മുഴുവൻ ചെണ്ടയ്ക്കും പ്രശംസ മുഴുവൻ മാരാർക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു മോഹം നേടിയെടുക്കാനായിട്ട്, ഇവിടെ ഇങ്ങനെ ഒരു സൗഭാഗ്യം നേടിത്തരുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടിയതും കഷ്ടപ്പെട്ടതുമെല്ലാം ഈ ഞാൻ. പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നീ. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു സ്മരണ ഉണ്ടാവണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ കാർത്തിക പറഞ്ഞു, തീർച്ചയായിട്ടും ഇത്രയൊക്കെ എനിക്ക് വേണ്ടി നീ ചെയ്തതിന് നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തരും, ഞാൻ എന്റെ കൈകൊണ്ട് എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, അങ്ങനെ ഒരു സമ്മാനമൊന്നും ഇപ്പൊ വേണ്ട. എനിക്ക് എന്നും നിന്റെ മനസ്സിൽ എന്നോട് ഞാൻ ഈ ചെയ്തു തന്ന സമ്മാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എന്നും ഒരു സ്മരണ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയുമ്പോ, ശരി, എന്തായാലും ഇത്രത്തോളം ഒക്കെ ആയ സ്ഥിതിക്ക് എന്റെ ഒരു സമാധാനത്തിന് ഈ കൈകൊണ്ട് ചൂടോടെ തന്നെ ഒരു സമ്മാനം നിനക്ക് തന്നില്ലെങ്കിൽ അതെന്റെ മനസ്സിനോട്, എന്റെ മനസാക്ഷിയോട് ഞാൻ കാണിക്കുന്ന തെറ്റായി പോകുമെന്ന് പറഞ്ഞ് കാർത്തിക മധുശ്രീയുടെ കർണത്തടിക്കാനായി കൈ ഉയർത്തുമ്പോ കാർത്തികയുടെ സംസാരത്തിൽ നിന്ന് മാറ്റം മനസ്സിലാക്കിയ മധുശ്രീ തന്റെ നേരെ ഉയർന്നു വന്ന് ആ കൈയിൽ കടന്നു പിടിച്ചു. എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ സംസാരത്തിൽ ഒരു മാറ്റം വന്നപ്പോ, ആ ടോണിലൊരു മാറ്റം വന്നപ്പോ അത് എന്തോ ഒരു മാറ്റം നിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്. അത് കരുതി തന്നെയാ ഞാൻ നിന്നത്. അല്ല, എന്തു പറ്റി ഇത്ര പെട്ടെന്ന് നിന്റെ സ്നേഹവും നിനക്ക് ഇത്രയും നാളും ഈ ഒരു സുഖ സൗകര്യങ്ങളും ഒക്കെ നേടിത്തന്നതൊക്കെ നീ അതല്ല ഇത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞോ? എന്താടി നീ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോ നീ എന്നെ ചതിക്കുകയാണോ എന്ന് മധുശ്രീ അന്വേഷിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞു, ചതി അത് നീയല്ലേ നടത്തിയത് എന്നോട്. അപ്പോഴേക്കും ഉടൻ തന്നെ മധുശ്രീ ചോദിച്ചു, നീ ഇത്രയും നാളും നിന്റെ ജീവനെ പോലെ കൊണ്ടു നടന്ന ഹർഷൻ എന്ന് പറയുന്നവനെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മറന്നു കളഞ്ഞോളല്ലേ നീ എന്ന് ചോദിച്ചപ്പോ കാർത്തിക പറഞ്ഞു, ഞാൻ എങ്ങനെയാ മറന്നു കളഞ്ഞത്? നീ കാരണം. എന്റെ ഹർഷൻ എന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എന്നെ കാത്തിരിക്കുകയും ചെയ്യുമ്പോ അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ, എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ മധുശ്രീക്കാകെ ഞെട്ടലായി. ദൈവമേ, ഇതൊക്കെ ഇവൾ എങ്ങനെയാ അറിഞ്ഞത് എന്ന് ആലോചിച്ച് മധുശ്രീ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോ കാർത്തിക പറഞ്ഞു, എന്നോട് ഇതാര് പറഞ്ഞെന്നും ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നീ ഇപ്പൊ ആലോചിക്കുന്നത്? എന്നാൽ ഈ എല്ലാം തന്നെ എന്നോട് എന്റെ ഹർഷൻ തന്നെയാ പറഞ്ഞത്. നീ എന്നോട് കാണിച്ച ഈ ചതി അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ്
കാർത്തിക വീണ്ടും മധുശ്രീയുടെ നേരെ തിരിയുമ്പോ മധുശ്രീ പറഞ്ഞു, കാർത്തിക ഇനിയെങ്കിലും നീ പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോ ഈ വിവാഹം മുടക്കിക്കളഞ്ഞാൽ അത് നിനക്ക് തന്നെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു തിരിച്ചടിയായിരിക്കും. സത്യഭാമയുടെ മരുമകൾ സ്ഥാനം എന്ന് പറയുന്നത് അത് ചില്ലറയൊന്നുമല്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഹർഷനുമായിട്ട് വിവാഹം കഴിച്ച് അവന് ചിലപ്പോ ഒരു ദിവസത്തെ അല്ലെങ്കിൽ എങ്ങനെ കൂട്ടിക്കിഴിച്ചാലും അവന് അന്നുള്ള അന്നത്തിന് മുട്ടുവരുത്താതെ നിന്നെ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ കുട്ടികളും പ്രാരാബ്ധങ്ങളുമായി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരികയും അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോ വിഷ്ണുവുമായിട്ടുള്ള ഈ വിവാഹം നടക്കട്ടെ, നീ അതിൽ നിന്ന് തൽക്കാലം പിന്മാറേണ്ടതില്ല. അതുമാത്രമല്ല, ഹർഷനെ നീ മറക്കുകയും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടതും കാർത്തിക് ചോദിച്ചു, നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, അതെ, എന്തായാലും നിന്റെ വിവാഹം കഴിഞ്ഞാൽ, വിഷ്ണുവുമായിട്ടുള്ള നിന്റെ വിവാഹം കഴിഞ്ഞാൽ തന്നെ വിഷ്ണു ഒരിക്കലും നിന്നെ സ്നേഹിക്കാനോ നിന്റെ കൂടെ ജീവിക്കാനോ തയ്യാറാവില്ല. അവൻ ജീവിതകാലം മുഴുവൻ ശാലിനിയെ കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ കഴിഞ്ഞോളും. ഈ സമയത്ത് നിനക്ക് ഹർഷനെ കാണാനും ഹർഷനെ സ്നേഹിക്കാനും ഹർഷന്റെ കൂടെ ജീവിക്കാനുമുള്ള അവസരം ഞാൻ നിനക്കുണ്ടാക്കി തരാം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ജീവിതം നിനക്ക് മുന്നോട്ട് നയിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞതും ഉടനെ കാർത്തിക ദേഷ്യത്തോടെ പറഞ്ഞു, ഹാ, എന്തൊരു വൃത്തികെട്ട സ്വഭാവമാടി നിന്റേത്, എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാടി നിനക്ക്, വൃത്തികേട് പറയുന്നോടി എന്ന് ചോദിച്ച് കാർത്തിക ഉടൻ തന്നെ മധുശ്രീയുടെ കർണത്ത് അടിച്ചു. ഈ സമയം മധുശ്രീ കലിയോടെ കാർത്തികയോട് ചോദിച്ചു, നീ എന്റെ കർണത്തടിച്ചോടി എന്ന് ചോദിച്ച് ഉടൻ തന്നെ അവിടെ ഇരുന്ന ആ ഫ്ലവർ വൈസ് എടുത്ത് കാർത്തികയുടെ തലക്കിട്ട് അടിക്കാനായി മധുശ്രീ ഒരുങ്ങി. നീ എന്നെ തല്ലിയല്ലേടി എന്ന് ചോദിച്ചിട്ടും തല്ലുകയല്ല, നിന്നെ തല്ലി കൊല്ലുകയാ ചെയ്യേണ്ടത്. നീ പറയുന്നതും ചെയ്തതുമായ പ്രവൃത്തികൾക്ക് എന്തായാലും ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ സത്യാമ്മയോട് തന്നെ പറയാൻ പോവാ. അതാണ് നല്ലത്. നീ ചെയ്തു കൂട്ടിയതൊക്കെ സത്യാമ്മ അറിയട്ടെ എന്ന് പറഞ്ഞ് കാർത്തിയെ പോകാൻ തുടങ്ങുമ്പോ മധുശ്രീ കാർത്തിയെ പിടിച്ചു നിർത്തി. നിന്നോടാ പറഞ്ഞത് കാർത്തിയെ പോകരുതെന്ന് എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു, വിട്, എനിക്ക് പോണമെന്ന് പറഞ്ഞ് കാർത്തിക ബഹളമുണ്ടാക്കിയതും മധുശ്രീ അവിടെ ഇരുന്ന ആ ഫ്ലവർ വൈസ് എടുത്ത് കാർത്തികയുടെ തലക്കടിച്ചു. ബോധം കെട്ട് കാർത്തിക താഴേക്ക് വീണതും വീണ്ടും കാർത്തികയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ് മധുശ്രീ. എന്നിട്ട് മധുശ്രീ പറഞ്ഞു, വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടി അടങ്ങൂ എന്ന് പറഞ്ഞല്ലേ നിൽക്കുന്നത്. ഇനിയിപ്പോ നീ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് മധുശ്രീ കലിയോടെ കാർത്തികയെ നോക്കി. അതിനുശേഷം ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്ത് മധുശ്രീ അവിടെ ഏർപ്പാട് ചെയ്ത ആ കൊട്ടേഷൻ ടീമിലെ അതിന്റെ തലവനെ വിളിക്കുന്നു. അയാൾ ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിച്ചപ്പോ ഉടൻ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തണം, ഇവിടെ ഒരു പാഴ്വസ്തു ബോധം കെട്ട് കിടപ്പുണ്ട്, എത്രയും വേഗം ഈ ഓഡിറ്റോറിയം ക്ലീൻ ചെയ്യുകയും അതിനെ ചാക്കിലെടുത്ത് എവിടെയെങ്കിലും കൊണ്ടേ തള്ളുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞ് അവർ അല്പസമയത്തിനുള്ളിൽ ഓഡിറ്റോറിയത്തിലെത്തി. ചാക്കിനകത്ത് കാർത്തികയെ കയറ്റിയതിനു ശേഷം ആ റൂം ക്ലീൻ ചെയ്ത് അവർ അവിടെ നിന്ന് പോന്നു. പിന്നീട് കാർത്തികയുടെ രക്തക്കറ പുരണ്ട വിഷ്ണു കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന ആ കത്തി നിലത്ത് കിടക്കുന്നത് കണ്ടതോടെ കാർത്തികയുടെ രക്തക്കറ പുരണ്ട ആ കത്തി മധുശ്രീ പോലീസിനുള്ള എവിഡൻസ് ആക്കി മാറ്റുന്നു. അത്രയും കാര്യങ്ങൾ മധുശ്രീ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ വിഷ്ണുവിനെ കയ്യിൽ വിലങ്ങണിയിച്ചുകൊണ്ട് നേരെ ആ പോലീസ് ജീപ്പിന് അരികിലേക്ക് കൊണ്ടുവന്നു. ഉടനെ കാറിൽ ജീപ്പിലേക്ക് കയറാനായി വിഷ്ണു മടിച്ചു നിൽക്കുന്ന കണ്ട് അരികിൽ നിന്ന് ചന്ദ്രബോസ് ചോദിച്ചു, എന്താടാ നിനക്ക് ജീപ്പിൽ കയറാൻ ഒരു മടി, നിനക്കെന്താ എന്നെ തല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഏയ്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കണ്ട. നിങ്ങൾ എന്നോട് തല്ലാൻ പറയുമ്പോ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി, വേറൊന്നുമല്ല, കൊലക്കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷ അത് 1 ആണേലും 2 ആണേലും 3 ആണെങ്കിലും അത് എത്ര ചെയ്താലും ശിക്ഷ ഒന്ന് മാത്രമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്. ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോടാ? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, നഷ്ടമുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും, ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടം, അത്രയേ ഉള്ളൂ എന്ന് വിഷ്ണു അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണുവിനെ വീണ്ടും വിരട്ടിക്കൊണ്ട് ചന്ദ്രബോസ് ചോദിച്ചു, നീ എന്താടാ എന്നെ വിരട്ടുകയാണോ? ഈ പോലീസുകാരനെ നീ ഇപ്പോ എന്റെ പരിധിക്കുള്ളിലാ വന്നിരിക്കുന്നത്, മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റത്തിന് എന്താ ശിക്ഷ വരാൻ പോകുന്നതെന്ന് നിനക്കറിയാവോ? നീ എന്തായാലും ഇനി പുറത്തു വരാൻ പോകുന്നില്ല എന്നൊക്കെ വിഷ്ണുവിനെ വിരട്ടിക്കൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് എത്തിയ ശാലിനി പറഞ്ഞു, മിസ്റ്റർ ACP, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം,
വിഷ്ണുവേട്ടൻ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലാതെ കുറ്റക്കാരനല്ല. അതുകൊണ്ട് അതിൻ്റെതായ മാന്യത അവരോട് കാട്ടണമെന്ന് പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, പിന്നല്ലാതെ പോലീസുകാരൻ അവൻ ഏത് ജോലി ചെയ്യുന്നവനാണെങ്കിലും ആ യൂണിഫോം ധരിച്ചവനോട് ഒരു ബഹുമാനം വേണ്ടേ? ഇക്കണക്കിനാ പോകുന്നെങ്കിൽ ഇവൻ കോടതിയിൽ പോലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനെ താക്കീത് ചെയ്യുമെന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ടു നിൽക്കുന്നതോടെ ശാലിനി കലിയോടെ ചന്ദ്രബോസിനെ നോക്കി. ഉടനെ വിഷ്ണു ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാലിനി വേഗം ചന്ദ്രബോസിനെ മറികടന്ന് വിഷ്ണുവിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, വിഷ്ണുവേട്ട, ഇത് നമ്മൾ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ തന്നെ വിഷ്ണുവേട്ടനുള്ള കുരുക്ക് മുറുക്കരുത്. വിഷ്ണുവേട്ടനെ പ്രകോപിപ്പിച്ച് ഇവർ വിഷ്ണുവേട്ടനുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിഷ്ണുവേട്ടൻ ഇക്കാര്യത്തിന് അവർക്ക് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ വിഷ്ണുവേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാർത്തികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വിഷ്ണുവേട്ടൻ അതുവരെ ഒരു കാരണവശാലും മറ്റൊരു രീതിയിലും വിഷ്ണുവേട്ടൻ പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോ അവിടെ മധുശ്രീ തട്ടിക്കൊണ്ടുപോയ കാർത്തികയെ ഒരു തടവിലാക്കി അവളെ ആ സെല്ലിനുള്ളിൽ അകപ്പെടുത്തി അവിടെ തന്നെ ആ റൂമിനുള്ളിൽ അവളെ ബന്ധനസ്ഥയാക്കിയിട്ടിരിക്കുമ്പോ വിഷ്ണുവിനെ കാർത്തികയുടെ ജീവനെടുത്തു എന്ന കുറ്റം ആരോപിച്ച് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ സന്തോഷമായിരുന്നു ചന്ദ്രബോസിന്റെ മുഖത്ത്. വിഷ്ണുവിനോട് ആ നിമിഷം ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ട, നമ്മൾ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടും. അതിന് സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് പുറം ലോകത്തെ അറിയിക്കണം. അതിനു വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അതുവരെ വിഷ്ണുവേട്ടൻ സമാധാനത്തോടുകൂടി പെരുമാറണമെന്ന് ശാലിനി ഉപദേശിച്ചു. ഉടനെ തന്നെ വിഷ്ണു തന്റെ കയ്യിലിരുന്ന ആ താലി ശാലിനിയുടെ നേരെ ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിക്കാനായിട്ട് എടുത്തതാണ്. ഇത് കഴുത്തിൽ കെട്ടുന്നതിന് മുൻപ് തന്നെ എന്റെ കയ്യിൽ വിലങ്ങ് വീണു. എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ഈ വിലങ്ങ് മാറുന്ന ദിവസം ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ചിരിക്കും. അതുവരെ ഈ താലി ഭഗവാന്റെ സന്നിധിയിൽ ഭദ്രമായി സൂക്ഷിച്ചോളൂ. അങ്ങനെ പറഞ്ഞതും ശാലിനി അത് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഉടനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, ഭഗവാൻ ഏതിനും നല്ല എന്ത് സത്യം തെളിയിക്കാനും എപ്പോഴും കൂടെ ഉണ്ടാവും. ഭഗവാൻ നല്ലൊരു സാരഥിയാണ് എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു. ഞാൻ പോവാൻ ചന്ദ്രബോസ് സാറേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ജീപ്പിലേക്ക് കയറാൻ തുടങ്ങുമ്പോ അപ്പുറത്ത് മാറി നിന്ന സതിയും പപ്പിയും കൂടി വിഷ്ണു അച്ഛ എന്ന് വിളിച്ച് ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. ഉടനെ തന്നെ വിഷ്ണു കുട്ടികളെ രണ്ടുപേരെയും അവിടെ ഇരുന്ന് മാറി മാറി രണ്ടുപേരുടെയും കവിളത്ത് പിടിച്ച് വിഷ്ണു അച്ഛൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു രണ്ടുപേർക്കും ഓരോ ഉമ്മ കൊടുത്ത് യാത്ര പറഞ്ഞ് ജീപ്പിലേക്ക് കയറുന്നു. വിഷ്ണുവിനെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അത് കണ്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നത് നോക്കി സങ്കടത്തോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഓടി വന്ന് മക്കൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ സമയം ശാലിനി വിഷ്ണു തന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ താലിയിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചു നിന്ന മധുശ്രീ മനസ്സിൽ പറഞ്ഞു, ആ താലി നീ കയ്യിൽ അങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചോ ശാലിനി, അതൊരിക്കലും നിന്റെ കഴുത്തിൽ അവൻ അണിയിക്കാൻ പോകുന്നില്ല. അതിന് ഈ മധുശ്രീ ഒരിക്കലും അനുവദിക്കില്ല ശാലിനി. നിന്റെ കഴുത്തിൽ വിഷ്ണുവിനെ കൊണ്ട് ആ താലി കെട്ടിക്കുകയില്ല എന്നും വിഷ്ണുവിനോടൊപ്പം നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നും ഈ മധുശ്രീ ശപഥം ചെയ്തതാണ്. കത്തുന്ന മനസ്സുകൊണ്ട് ഈ മധുശ്രീയാണ് ശപഥം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്റെ ഈ ആഗ്രഹം നടപ്പിലാകാൻ ഈ മധുശ്രീ അനുവദിക്കില്ല എന്ന്, ശാലിനിയുടെ ആ മോഹം ഒരിക്കലും നടപ്പിലാക്കില്ല എന്നും മധുശ്രീ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ശാലിനി തന്റെ കയ്യിൽ കിട്ടിയ ആ താലിമാലയിൽ മുറുകെ പിടിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നിന്നു. പിന്നീട് വിഷ്ണുവിനെയും കൊണ്ട് നേരെ ലോകപ്പിലേക്ക് എത്തിയതിനു ശേഷം ചന്ദ്രബോസ് പറഞ്ഞു, ഇനി ഇവന്റെ കയ്യിലെ വിലങ്ങ് അഴിച്ചേക്ക്. പിന്നെ ആ സെല്ലിൽ കിടന്നിരുന്ന പോക്കറ്റ് അടിക്കാരൻ വട്ടൻ അവിടെ മൂത്രം ഒഴിച്ചിരുന്നൊക്കെ കഴുകി കളഞ്ഞോടോ എന്ന് ആ കോൺസ്റ്റബിളിനോട് ചോദിച്ചതും കോൺസ്റ്റബിൾ പറഞ്ഞു, സാർ അവിടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, എന്തായാലും നല്ല തണുപ്പുണ്ടാകും. നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് നല്ലൊരു കുളിർമയുണ്ടാവും ആ വെള്ളം അവിടെ കിടക്കുന്നത് കൊണ്ട്. പിന്നെ വിഷ്ണു, നീ വലിയ എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇത്ര ദിവസം കഴിഞ്ഞത്. സത്യത്തിൽ ഇന്ന് പട്ടുമെത്തയിൽ സുഖമായി കിടന്നുറങ്ങേണ്ടവൻ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കേ. സാരമില്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. ഇനി ഇവനെ അങ്ങ് കയറ്റി വിട്ടോടോ, അവന്റെ വലതുകാലോ ഇടതുകാലോ ഏതെങ്കിലും കാല് വെച്ച് അവൻ കയറിക്കോട്ടെ എന്ന് ചന്ദ്രബോസ് കോൺസ്റ്റബിളിനോട് അറിയിച്ചു. വിഷ്ണു സെല്ലിലേക്ക് കയറ്റിയതും ഉടൻ തന്നെ ആ സെല്ല് ലോക്ക് ചെയ്യുന്ന സമയത്ത് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറഞ്ഞു,
ഈ ഒടയതമ്പുരാൻ എന്ന് പറയുന്നവൻ വലിയവനാണേ. മുമ്പൊരിക്കൽ എന്റെ പരിധിയിൽ നിന്നെ കിട്ടിയെടുത്തെന്ന് നീ വഴുതി രക്ഷപ്പെട്ടു പോയവനാണ്. എന്നാൽ വീണ്ടും ആ ദൈവം തന്നെ നിന്നെ വീണ്ടും എന്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചില്ലേ. ഓ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സന്തോഷം ഇങ്ങനെ അറിയിക്കുമ്പോ വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറഞ്ഞു, എടാ, നീ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കേട്ട് അപ്പുറത്ത് നിന്ന് കോൺസ്റ്റബിൾ ചിരിക്കുന്നത് കണ്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു, താനങ്ങനെ ചിരിക്കണ്ട കേട്ടടോ. പണ്ട് ഒരിക്കലേ ഈ സിറ്റി മുഴുവൻ വിറപ്പിച്ച ഗുണ്ടയാണിവൻ, മനസ്സിലായോ? നല്ല ഒന്നാം തരം ഗുണ്ട. പണപ്പിരിവായിരുന്നു ഇവന്റെ ബിസിനസ്. ഇവന്റെ ലൈൻ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ കുറിച്ച് ഒരു ചെറിയൊരു ചിത്രം ആ കോൺസ്റ്റബിളിന് മുന്നിൽ പറഞ്ഞു കൊടുത്തു. ഉടനെ തന്നെ ഒന്നും കേട്ട് അങ്ങനെ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, എടാ, നീ ഇനി ഒരിക്കലും ഈ ലോക്കപ്പിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. നീ ഈ അഴികൾക്കുള്ളിലാണ് ഇനി നിന്റെ ജീവിതം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ചന്ദ്രബോസെ, അത്ര നിസ്സാരമായി ഇത് പൊട്ടിച്ചെറിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഈ ഒരു കേസ് ഇവിടെ ഈ രീതിയിൽ നിങ്ങൾ ചമച്ചെടുത്തപ്പോ എനിക്കറിയാമായിരുന്നു ഇത് നിസ്സാരമായി ഈ കുരുക്ക് പൊട്ടിച്ചെറിഞ്ഞ് എനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട് ചന്ദ്രബോസെ, നിങ്ങള് എനിക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന തെളിവുകൾ, കണ്ടെത്തിയ തെളിവുകളൊക്കെ, നിങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ തെളിവുകളൊക്കെ, അത് അവിടുന്ന് ഇവിടെ വരെ വരുന്നത് വരെ ഞാൻ അതെല്ലാം എന്റെ മനസ്സിൽ ഇങ്ങനെ അടുക്കി അടുക്കി എടുക്കുകയായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞു. ഉടനെ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവിടെ ഭിത്തിയിൽ അടിച്ചിട്ട് ചോദിച്ചു, എന്താടാ, നീ കണക്ക് കൂട്ടുമായിരുന്നോ, കണക്ക് പറയുക എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, കണക്ക് പറഞ്ഞുള്ളൊരു ശീലം എനിക്കില്ല ചന്ദ്രബോസെ. എനിക്ക് കണക്കുകൾ എഴുതി കൂട്ടിയ ശീലം. ഞാൻ ആദ്യം എഴുതി കൂട്ടും, പിന്നെ മൊത്തത്തിൽ ഒന്ന് കൂട്ടും, അവസാനം ശിഷ്ടം ഒന്ന് ഞാൻ ബാക്കി വെക്കില്ല. ആ ശിഷ്ടം ഒന്നും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞത് മനസ്സിലായോ ചന്ദ്രബോസെ? മൊത്തത്തിൽ ഞാൻ തീർത്തു കളയും, അതാണ് സത്യം എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ വിരട്ടും വണ്ണം സംസാരിക്കുമ്പോ, കളക്ടറുടെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന നിനക്കുണ്ടായേക്കുമായിരുന്നു. എന്നാൽ നിന്റെ ഇവിടുത്തെ നടപ്പ് എങ്ങനെയാണോ, നല്ല നടപ്പ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നിന്നോടുള്ള പെരുമാറ്റവും സമീപനവും എന്ന് ചന്ദ്രബോസ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും കളക്ടറുടെ വണ്ടി ആ സ്റ്റേഷന് മുന്നിൽ വന്നു നിന്നു. ശാലിനി കാറിൽ നിന്നിറങ്ങി നേരെ സ്റ്റേഷനകത്തേക്ക് കയറുന്നു.